ടൊവിനോ, ബേസിൽ, വിനീത്, ഷാൻ ഇവരുടെ റിയൽ ലൈഫ് സൗഹൃദവും കോമഡിയും ഒക്കെ ചേർന്ന് ഒരു ബിഗ് സ്ക്രീനിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? യു ഗെറ്റ് അതിരടി, എ കളർഫുൾ ക്യാമ്പസ് എന്റർടൈനർ ലോഡഡ് വിത്ത് ഫെസ്റ്റിവൽ വൈബ്സ് ആൻഡ് പ്യുവർ റൊമാൻസ് മാഡ്നസ്. പക്ഷേ ഈ ബഹളങ്ങൾക്കിടയിൽ ഈ സിനിമ വളരെ ലെയർഡായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ യൂത്ത് ശരിക്കും ഡയറക്ഷൻലെസ് ആണോ, അതോ നമ്മുടെ പഴയ തലമുറയ്ക്ക് അവരെ മനസ്സിലാകാത്തതാണോ? ഹായ് ഗൈസ്, ഐ എം അഞ്ജന ജോർജ്. വെൽക്കം ടു ബട്ട് വൈ, പവർഡ് ബൈ ക്രിയോൺ സ്റ്റുഡിയോസ്. ഇന്ന് നമുക്ക് മലയാളത്തിലെ ലേറ്റസ്റ്റ് എന്റർടൈനർ അതിരടി അനലൈസ് ചെയ്യാം. ദ ജെൻ സി ആർക്കിടൈപ്പ്, സാമും ലേബൽ ചെയ്യപ്പെട്ട യൗവനവും. കഥയുടെ മെയിൻ ക്യാരക്ടർ സാമാണ്. ബേസിൽ ജോസഫ് ഈ റോളിൽ ശരിക്കും ജീവിക്കുകയാണ്. സാം ഒരു ടിപ്പിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. ഓൾവേസ് ജഡ്ജ്ഡ് ബൈ എവരി വൺ അറൌണ്ട് ഹിം. ഉത്തരവാദിത്തമില്ലാത്തവൻ, മടിയൻ, അങ്ങനെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജെൻസി ഫെയിലിയർ ടെംപ്ലേറ്റിലാണ് അവൻ ജീവിക്കുന്നത്. പക്ഷേ സാമിനൊരു ഡ്രീം ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച അവരുടെ കോളേജിലെ ലെജൻഡറി ആരോഹൺ ഫെസ്റ്റ് പുനരാരംഭിക്കണം. ദ കുട്ടൻ ഫാക്ടർ, സിനിമയുടെ ഗതി മാറ്റുന്ന എൻട്രി. ആൻഡ് ദെൻ കംസ് ടൊവിനോ തോമസ്. സിനിമയുടെ മീറ്റർ കംപ്ലീറ്റ് ആയി മാറുന്നത് ടൊവിനോയുടെ കുട്ടൻ സ്ക്രീനിലേക്ക് എത്തുമ്പോഴാണ്. കുട്ടൻ ഇസ് എ പവർഫുൾ ക്യാരക്ടർ. ഒരു റിട്ടയർഡ് ഗുണ്ട പാട്ട് പഠിച്ച് പുതിയൊരാളാകാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിളിനെ ടൊവിനോ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടൻ വെറും ഒരു കോമഡി റോളല്ല, മറിച്ച് തന്റെ പാസ്റ്റ് മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന്റെ സ്ട്രഗിൾ ഫോർ ഐഡന്റിറ്റിയാണ്. ടൊവിനോയുടെ പവർഫുൾ ഫിസിക്കും നിസ്സഹായമായ കണ്ണുകളും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ആണ് കുട്ടനെ ഈ സിനിമയിലെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയ ക്യാരക്ടറാക്കുന്നത്. സാമിന്റെ ക്യാമ്പസ് അംബിഷനും കുട്ടന്റെ ലോക്കൽ സ്വപ്നങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ബ്യൂട്ടിഫുൾ മെസ്. കുട്ടൻ ഇസ് ദ അൺപ്രഡിക്റ്റബിൾ സ്റ്റോം ദാറ്റ് ഡിഫൈൻസ് ദ മൂവി സോൾ, സബ്വേർട്ടിംഗ് ദ സ്റ്റാറ്റസ് കോ. ആഘോഷങ്ങളുടെ രാഷ്ട്രീയം. ഈ സിനിമയുടെ ഏറ്റവും വലിയ വിക്ടറി ഇതിന്റെ വൈബ് തന്നെയാണ്. അതിരടി അണ്ടർസ്റ്റാൻഡ്സ് കേരള യൂത്ത് കൾച്ചർ പെർഫെക്റ്റ്ലി. ബേസിൽ ടൊവിനോ കെമിസ്ട്രി ഈസ് ലിറ്ററലി ഫയർ. സാം എന്ന ക്യാരക്ടർ ജെൻസിയുടെ ലേബൽ ചെയ്യപ്പെട്ട അവസ്ഥയെ കാണിക്കുമ്പോൾ കുട്ടൻ ഒരു സോഷ്യൽ ഔട്ട്സൈഡറാണ്. സൊസൈറ്റി പറയുന്ന സക്സസ് അല്ല, മറിച്ച് അവനവന്റെ സ്പേസ് കണ്ടെത്തുകയാണ് ഇതിലെ ഹീറോയിസം. ഇതിനെ നമുക്കൊരു സ്ട്രക്ചർ ഓഫ് സബ്വേഷൻ എന്ന് വിളിക്കാം. കാരണം ആൺ കരുത്തിനെ തല്ലിലല്ല, മറിച്ച് കലയിലും സെൽഫ് റിഡംഷനിലും കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇതിൽ. ബിനീത് ദ ലാഫ്റ്റർ, ഇറ്റ്സ് എ ബ്രില്യൻറ്റ് സ്റ്റഡി ഓഫ് ജനറേഷണൽ ഷിഫ്റ്റ്സ്. ഇനി വരുന്നത് ദ ക്യാമിയോ മാഡ്നസ്. വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും ഒക്കെ വരുന്നത് ഭയങ്കര ഫണ്ണാണ്. അവർ നമ്മളെ ചിരിപ്പിച്ചു കൊല്ലും. അവരുടെ ഓഫ് സ്ക്രീൻ ബോണ്ട് ഉണ്ടല്ലോ, അത് ഓൺ സ്ക്രീനിൽ കിടിലായിട്ടുണ്ട്. ബട്ട് ഹിയർ ഇസ് ദ ട്വിസ്റ്റ്. ഈ കോമഡിക്കിടയിലും സിനിമ ജനറേഷണൽ ജഡ്ജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇനി ദ ജെൻഡർ വോയിഡ്, കാണാതെ പോയ പെൺകാഴ്ചകൾ. നെഗറ്റീവായിട്ട് തോന്നിയത് ഫീമെയിൽ ക്യാരക്ടേഴ്സിന്റെ സൈഡ് ലൈനിങ് ആണ്. സിനിമ ആഘോഷിക്കുന്നത് മെയിൽ ബോണ്ടിങ്ങും റൊമാൻസും ഒക്കെയാണ്. സെറിൻ ഷിഹാബും റിയ ഷിബുവും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും അവർക്ക് ഈ സിനിമ നൽകുന്നത് വെറും സപ്പോർട്ടിംഗ് സ്പേസ് മാത്രമാണ്. ഈ സിനിമയിലെ വിഷ്വൽ ലാംഗ്വേജ് പലപ്പോഴും കംപ്ലീറ്റ് ആയി ഒരു മെയിൽ പെർസ്പെക്റ്റീവിൽ ഒതുങ്ങിപ്പോകുന്നു. സ്ത്രീകൾക്കും കൂടി സ്ട്രോങ് ആയ പെർസ്പെക്റ്റീവ് നൽകിയിരുന്നെങ്കിൽ അതിരടി കൂടുതൽ റിച്ച് ആയേനെ. എ ട്രൂ സെലിബ്രേഷൻ ഓഫ് യൂത്ത് ഷുഡിൻ കീപ് ഇറ്റ്സ് വിമൻ ഓൺ ദ സൈഡ് ലൈൻസ്. ദ ടെക്നിക്കൽ ക്രാഫ്റ്റ് ആൻഡ് ദ ഡയറക്ടേഴ്സ് വിഷൻ, മേക്കിങ്ങിലെ മിടുക്ക്. സാമുവൽ ഹെൻറിയുടെ സിനിമാറ്റോഗ്രഫിയും വിഷ്ണു വിജയന്റെ മ്യൂസിക്കുമാണ് പടത്തിന്റെ ബാക്ക് ബോൺ. എങ്കിലും ഇതെല്ലാം ഒരു പക്ക എന്റർടൈൻമെന്റ് പാക്കേജ് ആക്കി മാറ്റിയത് ഡയറക്ടർ അരുൺ അനിരുദ്ധനാണ്. മിന്നൽ മുരളിയുടെയും പടയോട്ടത്തിന്റെയും കോറൈറ്റർ എന്ന നിലയിൽ പുള്ളിക്ക് മാസും ഹ്യൂമറും മിക്സ് ചെയ്യാൻ അറിയാം. ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ എന്ന നിലയിൽ അരുൺ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്വാഗർ സിനിമയെ മൊത്തത്തിൽ എലവേറ്റ് ചെയ്യുന്നുണ്ട്. അതിരടി ഈസ് എ സോളിഡ് എന്റർടൈനർ. ആഘോഷിക്കാനും ചിരിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൂട്ടി ടിക്കറ്റ് എടുക്കാം. അരുൺ അനിരുദ്ധൻ ഷിഫ്റ്റ്സ് ഗിയേഴ്സ് ഫ്രം റൈറ്റിംഗ് സൂപ്പർ ഹീറോസ് ടു ഡയറക്ടിംഗ് റോ ക്യാമ്പസ് എനർജി. Get ready for a riot that is 100% white certified. This is Anjana George and this is But Why, powered by Creon Studios. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കുട്ടനെ പോലെ ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയിട്ടുണ്ടോ? കമന്റ് ബോക്സിൽ പറയൂ. കാണാം. ബൈ.